ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ തണുപ്പുള്ള ഒരു രാജ്യത്ത് ഒരു കൊച്ചുകുട്ടി പനിച്ചു വിറച്ചു കിടക്കുന്ന തൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന് മരുന്ന് വാങ്ങാനായി ഒരു കടയിലേക്ക് നടന്നുപോയി. നടക്കുന്ന വഴിയിലെല്ലാം മഞ്ഞു വീണതുകൊണ്ട് ആ കുഞ്ഞു കാലുകൾ വിണ്ടുകീറി വേദന കൊണ്ട് ആ കുഞ്ഞു പിടഞ്ഞു. അങ്ങനെ നടന്നു പോകുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുത്തായിട്ട് വളരെ മനോഹരമായ ഒരു ചെരുപ്പ് കട അവൻ കണ്ടു. അവൻ ആ കുഞ്ഞു ചെരുപ്പിലേക്കും ഷൂസിലേക്കുമൊക്കെ മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ വില ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യിലുള്ള കാശിനേക്കാൾ ഒരുപാട് അധികമാണ് ആ മനോഹരമായ ഷൂസുകൾക്കെന്ന് അവൻ മനസ്സിലായി. അവന് ആ വരാന്തയിൽ തനിച്ചിരുന്ന് കുറേയേറെ നേരം കരഞ്ഞു. എന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ പുത്രനെ തന്നെ നീ നൽകിയെന്നും എല്ലാ സങ്കടം മായ്ച്ചു കളയാൻ അവനൊരു അമ്മയെ നൽകിയെന്നുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു കാലുകൾ വേദനിക്കുന്നു. എനിക്കൊരു ചെരുപ്പ് വാങ്ങിത്തരാൻ നീ ആരെയാണ് അയക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവൻ്റെ അരിയിലേക്ക് കടന്നു വന്നു. അവർ ആ നാടിൻ്റെ മേയറിൻ്റെ ഭാര്യയായിരുന്നു. ആ സ്ത്രീ കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അവൻ പറഞ്ഞു, അവനൊരു ഷൂസ് വേണം. ഉടൻ തന്നെ ആ സ്ത്രീ ആ കടയിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുപോയി. അവന് ഇഷ്ടപ്പെട്ട ഷൂസ് എടുത്തു വെച്ചിട്ട് കടക്കാരോട് തന്നെ കുറച്ച് വെള്ളം വാങ്ങി അവൻ്റെ കാലുകൾ കഴുകി തൻ്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് തുടച്ചിട്ട് അവന് ആ ഷൂസ് അണിയിച്ചു. അവനോടൊപ്പം കടയുടെ പുറത്തേക്ക് ഇറങ്ങിയ ആ സ്ത്രീയോട് അവൻ ചോദിച്ചു, നിങ്ങളാണോ ഈശോയുടെ അമ്മ? ആ കുഞ്ഞു മനസ്സിൽ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ തന്നെ സഹായിക്കാനായി കടന്നു വരുന്നത് ഈശോയുടെ ആളുകളാണെന്ന് ആ കുഞ്ഞു മനസ്സ് തിരിച്ചറിഞ്ഞു. അങ്ങനെ സ്വന്തം പുത്രൻ വേദന കൊണ്ട് പൊറഞ്ഞപ്പോഴും കൊലമരത്തിലേക്ക് കുറ്റവാളിയെപ്പോലെ നടന്നുപോയപ്പോഴും അടുത്തു നിന്ന് കണ്ണുകൊണ്ട് യാത്രയയച്ച് സമാധാനിപ്പിച്ച ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. എന്നെ കേൾക്കുന്നവരിൽ അമ്മമാരുണ്ടാകാം, മക്കളുണ്ടാകാം. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുടെ കുറവുകളിലേക്ക് നോക്കി അവരെ കുറ്റപ്പെടുത്താനും അവരുടെ നന്മകളെ ചെറുതാക്കി കാണിക്കാനും പ്രവണതയുള്ള ഒരു വിഭാഗം മാതാപിതാക്കളുണ്ട്. ഈശോയിൽ തെറ്റുണ്ട് എന്ന് തോന്നിയിരുന്നെങ്കിൽ, ഈശോ ദൈവപുത്രനാണോ എന്ന കാര്യത്തിൽ ഒരു തരി സംശയമുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും ആ വിളിപ്പേരിന് യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല. കുരിശിൻ്റെ വഴിയിൽ 4-ാം സ്ഥലത്ത് അമ്മയും മകനും കണ്ടുമുട്ടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നനുനനുത്ത യാഥാർത്ഥ്യങ്ങളിൽ കാല് തെറ്റി വീഴുമ്പോൾ, സഹനത്തിൻ്റെ മുൾപ്പടികൾ ചവിട്ടിക്കേറേണ്ടി വരുമ്പോൾ അമ്മയാകണമെന്നില്ല. സഹോദരിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും മകനും മകൾക്കുമൊക്കെ പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു കണ്ണുകൊണ്ടെങ്കിലും ഒരു കല്ലേറ് ദൂരം മാറി നിന്നെങ്കിലും ആ സഹനത്തെ അനുഗമിക്കാനും അവർക്ക് ഒരിറ്റ ആശ്വാസം പകർന്നു കൊടുക്കാനും കഴിയും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ വഴികളിൽ ഒറ്റയ്ക്കാകുമ്പോഴെപ്പോഴും നമ്മളോട് കൂടി അമ്മയും ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.